നമസ്കാരം. ഇന്ന് നടന്ന 10th പ്രിലിമിനറി ഒന്നാം ഘട്ട പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യപേപ്പറിൻ്റെ കോഡ് ഡി എന്നാണ്. ശ്രദ്ധിക്കുക, ഡി. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരാണ്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ്? ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. ഓക്കെ. ദെൻ മൂന്നാമത്തെ ചോദ്യം: മേൽമുണ്ട് സമരം എന്നും വിശേഷിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. ഇവിടെ സി, ചാന്നാർ ലഹള. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം: കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്? ഇതില് ഓപ്ഷൻ സി, ഇ ഇക്കണ്ട വാര്യർ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം: 1812 ആരംഭിച്ച കുറിച്ച് കലാപത്തിന്റെ നേതാവ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന രാമനമ്പി. പ്രീവിയസ് ആണ്, ഈ പറഞ്ഞതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ ചോദ്യങ്ങളാണ്. ഓക്കെ. അടുത്ത ചോദ്യം: ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം? ഓപ്ഷൻ ബി, അഞ്ജു ബോബി ജോർജ്. ഓക്കെ. അടുത്ത ചോദ്യം: കേരളത്തിൽ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര? നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്, നീണ്ടകര കൊല്ലം. നീണ്ടകര കൊല്ലം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഓപ്ഷൻ ബി, ആൻസർ ബി ആണ്. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? നമ്മൾ എപ്പോഴും ദേശീയോദ്യാനം പഠിപ്പിക്കുമ്പോൾ ഏറ്റവും വലുതും ഒക്കെ പഠിക്കുന്നതാണ് ഇരവിക്കുളമാണ്. ഇരവിക്കുളം. ഓപ്ഷൻ സി, ഇരവിക്കുളം. അടുത്ത ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം: കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ഡി ആണെന്ന്. ഓക്കെ. അടുത്ത ചോദ്യം 11: താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക അറ്റോമികം? അത് ഓപ്ഷൻ എ, ഹീലിയം. അല്ലെ, ഹീലിയം. അടുത്ത ചോദ്യം 12: ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഇവിടെ നമ്മൾ ഹെമറ്റൈറ്റ് കാണുമ്പോൾ ബോക്സൈറ്റ്, ഇത് രണ്ടും കൂടെ പോയി ചേർത്ത് നമുക്ക് ഏറ്റവും അറിയാവുന്ന രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്, ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. അടുത്ത ചോദ്യം 13: അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ്? അപ്പൊ നൈട്രജനുമായി ബന്ധപ്പെട്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം 14: നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കി എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്ന വാതകം ഏത്? നമുക്കറിയാം, ആസിഡ് ഒരു ലോഹവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. അടുത്തത് 15ാമത്തെ ചോദ്യം: പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര്? പാസ്ചറൈസേഷൻ. ഓപ്ഷൻ ബി. ഓക്കെ. അടുത്ത ചോദ്യം 16: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് കരളാണ്. ഓക്കെ. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. കാൽസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് ടെറ്റനി. അടുത്തത് വിറ്റാമിൻ പഠിക്കുന്ന എല്ലാ കുട്ടികളും ആദ്യം മുതലേ പഠിച്ചു വെക്കുന്നതാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ കെ. അടുത്ത ചോദ്യം: പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം? എംഫിസിമ. ബി. ഓപ്ഷൻ ബി. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃത സഞ്ജീവനി. അംബാസഡർ ആരായിരുന്നു? മോഹൻലാൽ. ഓക്കെ. അടുത്ത ചോദ്യം 21: കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജ്, ആ പേര് വെക്കുമ്പോൾ തന്നെ അറിയാം, 1929 പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ബി. ഓപ്ഷൻ ബി. അടുത്ത 22ാമത്തെ ചോദ്യം: നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി? വി പി മേനോൻ. 23ാമത്തെ ചോദ്യം: ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബി ആർ അംബേദ്കർ വരുന്നത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടാണ്. അപ്പോൾ 23ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 24ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം? ആന്ധ്ര. ഇവിടെ ആന്ധ്രാപ്രദേശ് എന്നാണ്, ആന്ധ്രാപ്രദേശ്. ഓക്കെ. അടുത്ത ചോദ്യം 25ാമത്തെ: പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര്? ബി. ഓപ്ഷൻ ബി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്തത്: തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ചന്ദ്രലക്ഷ്മി, ലക്ഷകങ്ങി, ചന്ദ്രശങ്കരയൊക്കെ എന്താണ്? തെങ്ങിന്റെ സങ്കര ഇനമാണ്. അപ്പൊ ഇതില് ഓപ്ഷൻ സി ആണ്. ഓക്കെ. 26 സി ആണ്. അടുത്തത്: കേന്ദ്ര തോട്ടവിളം. തോട്ടവിളമാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ഓക്കെ, കാസർഗോഡ്. ഓക്കെ. ഇതില് ഈ തോട്ടവിളം കൺഫ്യൂഷൻ ആവുന്നുണ്ട്. കിഴങ്ങുവിളം. ഓക്കെ, അത് ശ്രീകാര്യമാണ്. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്, അത് ബി, കാസർഗോഡ് തന്നെയാണ്. ഓക്കെ. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്നാണ് ചോദിക്കുന്നത്. പ്രാഥമിക ഉപഭോക്താക്കൾ. അപ്പൊ സസ്യങ്ങളെ
ഉൽപാദകരായിട്ടുള്ള സസ്യങ്ങളെ കഴിക്കുന്ന ബുക്കുകളാണ്. അപ്പൊ സസ്യ ബുക്കാണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22. ഓക്കെ. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പല ആൾക്കാരും ചിപ്കോ എഴുതാൻ സാധ്യതയുണ്ട്. കർണാടകത്തിലാവുമ്പോൾ അത് അപ്പിക്കോ മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പിക്കോ പ്രസ്ഥാനമാണ്. അടുത്തത് 31ാമത്തെ ചോദ്യം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ കസ്തൂരി രംഗൻ. ഓക്കെ, ഓപ്ഷൻ എ ആയിരുന്നു കസ്തൂരി രംഗൻ. അടുത്ത ചോദ്യം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് താലോലമാണ്. താലോലം അത് മാരക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വൃക്ക, ഹൃദയം ഒക്കെ ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടായാലും അത് ചേർക്കുന്നുണ്ട്. അതിൽ വരുന്ന പദ്ധതിയാണ് താലോലം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് പ്രീവിയസ് ഈ വർഷത്തന്നെ ചോദിച്ച ചോദ്യങ്ങളിൽ ചില ചോദ്യങ്ങളാണ്. 2021 കാലങ്ങളിൽ 2021 JC ഡാനിയൽ പുരസ്കാരം പി ജയചന്ദ്രൻ. ഓക്കെ, പ്രീവിയസ് തന്നെയാണ്, പ്രീവിയസ് തന്നെയാണ്. 34ാമത്തെ ചോദ്യം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം. 35 കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതെന്ന് വെച്ചാൽ നൂൽപ്പുഴ. ഓക്കെ, നൂൽപ്പുഴ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് പ്രീവിയസ് ആണ്, ബാലഗംഗാധര തിലകൻ. ഓക്കെ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിൽ എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. ഓക്കെ. അടുത്തത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. എല്ലാവരും സുഭാഷ് ചന്ദ്രബോസ് എഴുതാൻ സാധ്യതയുണ്ട്. അതല്ല, റാഷ് ബിഹാരി ബോസ് ആണ് കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ. ദെൻ തേബാഗ സമരം നടന്നത് ബംഗാൾ. ഓപ്ഷൻ ഡി ആണ്, ബംഗാൾ. ഓക്കെ. 40ാമത്തെ ചോദ്യം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രമാണ് സംവാദ് കൗമുദി. ഓക്കെ. ഇനി 41ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക എന്നതാണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ ആയിട്ട് അരയാലാണുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ പേരാലാണ്. പേരാലിന്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിൻസ് എന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഓപ്ഷൻ തെറ്റായിട്ടാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ ഓപ്ഷൻ നമുക്ക് ഡി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ക്യാൻസൽ ചെയ്യുമായിരിക്കും. എന്തായാലും ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. 42ാം ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ഇതന്നെയായിരുന്നു ഇതിന് തൊട്ട് മുന്നത്തെ ഒരു ചോദ്യം ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ആനന്ദവടം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അല്ലെ. 42 ബി ആണ്. ഓക്കെ. അടുത്തത് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന എല്ലാ ആളുകളും പഠിക്കുന്നതാണ്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം അല്ലെ. 43 അയിത്ത നിർമാർജനം. അടുത്തത് 44ാമത്തെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ഓപ്ഷൻ എ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. 45ാമത്തത്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. ഓപ്ഷൻ സി ആണ്, 2005. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമുദ്രം അല്ലെ. ഉത്തര മഹാസമുദ്രം. ഓക്കെ. 47ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി. നർമ്മദ, മഹാനദി, കാവേരി, ലൂണി. അപ്പൊ നമുക്ക് ഇതിൽ ലൂണി ഓപ്ഷൻ കൊടുക്കാം. 47 സി ലൂണിയാണ്. ഓക്കെ. ബാക്കിയെല്ലാം ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് നമ്മൾ പണ്ടേ പഠിക്കുന്നുണ്ട്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇത് റിഗർ മണ്ണ്, കറുത്ത മണ്ണ്. ഓക്കെ. അപ്പൊ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് 48ാമത്തെ ആൻസർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗണ്ട് സിൻറാം ഏതാ? ദെൻ മേഘാലയ അല്ലെ. മേഘാലയ സംസ്ഥാനത്തിലാണ്. ഓക്കെ. കേരളത്തിലെ പ്രമുഖ PSC കോച്ചിംഗ് സെന്ററായ എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയ് 21, 2022 50 ലക്ഷം രൂപ വരുന്ന സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നടത്തുന്നു. പരീക്ഷയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ 50 പേർക്ക് 100% സ്കോളർഷിപ്പ് നൽകുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും പുതിയ ബാച്ചുകളിലേക്ക് 1000 രൂപ ഫീസ് ഇളവും ഉണ്ടായിരിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യൂ aceInstitutions.com-ലൂടെ. 50 ലോക ഓസോൺ ദിനം എന്നാണ്? ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16. ഇനി കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണം എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ എന്തായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ബി 30. ഇനി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏത് എന്നാണ് ചോദ്യം. നമുക്ക് ബുധനും ശുക്രനും ചൊവ്വയും വ്യാഴവും ശനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പൊ ഇതിൽ ഇല്ലാത്തത് ഏതാ? യുറാനസ് മാത്രമാണ്. യുറാനസും നെപ്റ്റ്യൂണും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സാധ്യമല്ല, കാണാൻ സാധ്യമല്ല. ഓക്കെ. അപ്പൊ ഓപ്ഷൻ സി ആണ്. ഇനി പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്. ഓക്കെ. സൗരോർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, കാറ്റിൽ നിന്നുള്ള ഊർജം ഒക്കെ എന്താണ്? പാരമ്പര്യേതരമാണ്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് ഡി കൊടുക്കാം, LPG. ഓക്കെ.
അടുത്തത് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവാണ് ഓപ്ഷൻ ബി ഊഷ്മാവ്. ഓക്കെ, അപ്പോ ഓപ്ഷൻ ബി ആണ് 54-ാമത്തെ ഉത്തരം. അടുത്ത ചോദ്യം 55-ാമത്തത് ദോലനത്തിന് ഉദാഹരണം ഏത്? ദോലനം അല്ലെ, നമുക്ക് ഈസി ആയിട്ട് പറയാം ഏത്? എ ഊഞ്ഞാലിന്റെ ചലനമാണെന്ന് നമുക്കറിയാലോ. ഓക്കെ, 56-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ, പ്രത്യേകം ഓർത്തിരിക്കുക, അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാരാണ്? നീരവ് ചോപ്ര അല്ലെ, ജാവലിൻ ത്രോ അല്ല. ഓക്കെ, അടുത്തത് 57-ാമത്തെ ചോദ്യം. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019. ഇനി 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? പി വത്സല അല്ലെ, നെല്ല് എന്ന കൃതിയൊക്കെ എഴുതിയിട്ടുള്ള പി വത്സലയാണ്. അടുത്തത് 59-ാമത്തെ. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയായിരുന്നു? 15-ാമത്തതായിരുന്നു കേട്ടോ, 15-ാമത്തായിരുന്നു. ഇനി അടുത്തത് 60. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമോപഗ്രം ഓപ്ഷൻ ബി EOS 04 ആണ് കേട്ടോ. ഓക്കെ, റൈറ്റ്. 61-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൗമ താപോർജ്ജം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകത, ജിയോ തെർമൽ എന്നൊക്കെ കേട്ടാൽ നമുക്ക് എളുപ്പമാണ് മണിക്കരണെന്ന് എഴുതാം. അപ്പൊ ഭൗമ താപോർജ്ജം എന്ന് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, അത് ജിയോ തെർമൽ ആണ്. അത് ഓപ്ഷൻ എ ആണ്, മണിക്കരൺ. ഓക്കെ, അടുത്തത് 62. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഡി അരുണാചൽ പ്രദേശ്, ശരിയാണ്. അടുത്തത് 63-ാമത്തെ ചോദ്യത്തിലേക്ക്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം, ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി സോജില. ഓക്കെ, സോജില 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷികാലം ഏതാണ്? ഖാരിഫ്. ഓപ്ഷൻ എ ഖാരിഫ്. ഓക്കെ, 65-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ബ്രഹ്മപുത്ര നദി സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഓപ്ഷൻ ബി നാഷണൽ വാട്ടർവേസ് 2. ഓക്കെ, 66-ാമത്തെ ചോദ്യം. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. ആരും ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ കട്ട് ഓഫ് കുറച്ച് ഉയരാൻ സാധ്യതയുണ്ട്, പക്ഷെ നമ്മൾ അശ്രദ്ധ കൊണ്ട് തെറ്റിച്ച് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കത്തിരുന്ന് കാണാം. ഓക്കെ, 67-ാമത്തെ ചോദ്യം. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല, നമ്മൾ പഠിച്ചിട്ടുണ്ട് അയ്യങ്കാളി, കല്ലുമാല. ഓക്കെ, കല്ലുമാല സമരം വിളിച്ചത് അയ്യങ്കാളി. അപ്പൊ ഓപ്ഷൻ സി ആയിരുന്നു. അടുത്തത് 68-ാമത്തെ ചോദ്യം. 1936 തൃശ്ശൂരിൽ ഇലക്ട്രിസിറ്റി സമരം, കണ്ടോ, തൃശ്ശൂരിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കേണ്ട സ്ഥലം തൃശ്ശൂർ. ഓപ്ഷൻ എ തൃശ്ശൂരിലായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 188 നമുക്ക് കേട്ടറിയാം, ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാ? ഓപ്ഷൻ എ അരുവിപ്പുറം. 69-ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എ ആണ്, അരുവിപ്പുറം. അടുത്ത ചോദ്യം 70-ാമത്തെ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല. പ്രത്യക്ഷ ഭരണം പ്രത്യേകം ഓർക്കുക, പ്രത്യക്ഷ ഭരണം അത് മലബാർ മേഖലയായിരുന്നു. ഓക്കെ, 70 സി ആയിരുന്നു ആൻസർ. 71-ാമത്തത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? 1946 ഡിസംബർ 9. ഓക്കെ, അടുത്ത ചോദ്യം 72-ാമത്തെ. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തെരഞ്ഞെടുക്കാനാണ്. ശരിയായത്. അപ്പോൾ ഭരണഘടനയുടെ അനുച്ഛേദം 21A ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗജന്യമാണ് നിർബന്ധിതമാക്കി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1 അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ നമ്മളെ ശരിയായിട്ടുള്ള ആൻസർ പ്രസ്താവന 1, 2, 3 ബി ആണ് ആൻസർ. ഓക്കെ, അടുത്തത് 73. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ചോദ്യം എളുപ്പമാണ് അല്ലെ, പ്രീവിയസ് ആണ്. സഭാഗാനത്തിലുള്ള നോവൽ സമ്മാനത്തിന് അർഹയായും ചെയ്തത് ആരാണ്? മലാല യൂസഫ്സായി. ഓക്കെ, അടുത്തത് 74-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശിലാണ്. 75-ാമത്തെ ചോദ്യം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി, അതായത് ഭാഗം 4A ആയി കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണ ഭേദഗതി ഓപ്ഷൻ സി 42 ആണ്. 75-ാമത്തെ ഓപ്ഷൻ സി ആണ്. അടുത്തത്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941 കേട്ടോ. ഓക്കെ, 77-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി ഇടുക്കി. ഈ എ എന്താണ്? ആദ്യത്തേതാണ് കേട്ടോ, പള്ളിവാസൽ. അപ്പൊ ആദ്യം അത് കൊടുക്കാൻ കാരണം നമ്മൾ ഇങ്ങനെ കാണാൻ പഠിക്കും, കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ, എന്നിട്ട് പള്ളിവാസൽ കുത്തുന്നതിന് പകരം ഇവിടെ ചോദ്യം ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്, അത് സി ആണ്. ഓക്കെ, 78-ാമത്തെ ചോദ്യം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി 3 നദികളിൽ, ഇതിൽ ഓപ്ഷനിൽ ബി കബനി മാത്രമാണുള്ളത് അല്ലെ. ഓക്കെ, കബനി മാത്രമാണുള്ളത്. ഇനി കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രത്യേകം ഓർക്കുക, പക്ഷി സങ്കേതങ്ങളിൽ എന്നാണ്. അത് ചിന്നാറാണ്. ഇതിൽ
പക്ഷി സങ്കേതങ്ങളിൽ പെടാത്തത് ചിന്നാർ കൂടിയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. 80ാമത്തെ ചോദ്യം, ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം ഏത് എന്നതാണ്. ഓപ്ഷൻ എ ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. നമുക്ക് ഇതിൽ നിന്ന് ഓപ്ഷൻ തന്നെ കിട്ടാം. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല എന്നുണ്ട്, അതുകൊണ്ട് തന്നെ 80A. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. മാത്സ് ആണ്. ഇതിന്റെ വേറൊരു ക്ലാസ് നമ്മളെ ചാനലിൽ തന്നെ വരുന്നതാണ്. ഇതിന്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് 20 ക്വസ്റ്റ്യൻ എത്രയും പെട്ടെന്ന് തന്നെ വരും. അപ്പൊ ഇതിന്റെ ആൻസർ മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, 81ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 82ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ സി ആണ്, 100. ഓക്കെ, അടുത്ത 83ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, 84ാമത്തത് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 513. ഓക്കെ, ഇനി 85ാമത്തത് ചോദ്യത്തിനുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ഇപ്പൊ തൽക്കാലം ആൻസർ കീ ആയിട്ട് വന്നാൽ മതി. ഇതിന്റെ അടുത്ത മാത്സ് ഡെഫിനിഷൻ അതിന്റെ ഡിസ്കഷൻ ഒക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ. ഓക്കെ, 86ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. 87ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. 88ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, 63/32. ഇനി 89ന്റെ 6:21ന്റെ 1ന്റെ സ്ഥാനത്ത് അക്കം എ ആണ്, 6 ആണ് വരിക. അടുത്തത് 90. 90ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 50%. ഓക്കെ, 91ാമത്തതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 1500 രൂപ. അടുത്ത ചോദ്യം 92 ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 10%. 93ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 36 എന്നാണ്. 94ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 2 മണിക്കൂർ 15 മിനിറ്റ് എന്നതാണ്. ഇനി 95ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 5 എന്നതാണ്. ഇനി 96, 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റസംഖ്യകളുടെയും തുക വരുന്നത് ഓപ്ഷൻ ബി, 2400 ആണ്. 97ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 98ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 99ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 9/2 ആണ്. ഇനി ഈ ചോദ്യത്തിലുള്ള 100ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 3 കിലോമീറ്റർ എന്നാണ്.